തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ വീണ്ടും ചേരുന്നുണ്ട്. തിയോഫിൻ, കീർത്തി, വലിയ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലും തൃശ്ശൂരിൽ നൽകിയിട്ടുണ്ട്. അതായത് ഉഷ്ണതരംഗം ഇന്നലെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വളരെയധികം കരുതൽ പാലിക്കണം എന്നാണ് നിർദ്ദേശം. പ്രധാനമായും പകൽ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നതെല്ലാം ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ വെയിൽ കൊള്ളുന്ന ജോലികളിൽ അല്ലെങ്കിൽ കഠിനമായ ജോലികളിൽ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവർ പരമാവധി 3 മണി വരെയുള്ള സമയത്ത് കുട ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ കഠിന ജോലികൾ ചെയ്യുന്നവർ ഇടവിട്ട്, അതായത് അത്യാവശ്യം ഇടവേളകൾ എടുത്ത് വിശ്രമിച്ച് ജോലി ചെയ്യണം. വെള്ളം ധാരാളം കുടിക്കാനാണ് നിർദ്ദേശം. എന്നാൽ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ തന്നെ മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പകൽ സമയത്ത് ചായ, കാപ്പി, അതുപോലെ തന്നെ കാർബണേറ്റഡ് പാനീയങ്ങളുണ്ട്, കോള പോലെയുള്ളവ, അത്തരം സാധനങ്ങൾ, നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കോള തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നതെല്ലാം ഒഴിവാക്കണം. ശുദ്ധജലം ധാരാളം കുടിക്കുക എന്നാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ ശുദ്ധജലം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്ന സംഘടനകളോ അത്തരം സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനായി പറയുന്ന മറ്റൊരു വിഷയം, മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, ഉണങ്ങിയ പുല്ലുള്ള പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം തീപിടുത്ത സാധ്യത കൂടുതലാണ്. ഇത്തരം പ്രദേശങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കണം. ഇത്തരം സ്ഥലങ്ങളോട് അടുത്ത് താമസിക്കുന്നവരും വളരെ ശ്രദ്ധ പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. കാരണം തീ കത്തിക്കണമെന്നില്ല തീപിടുത്തം ഉണ്ടാകുന്നതിനായി. എന്തെങ്കിലും വസ്തുക്കൾ കൂട്ടിമുട്ടി തീപ്പൊരി പടർന്ന് തീപിടുത്തം ഉണ്ടാകാം. ഇത്തരത്തിലൊരു സമാനമായ തീപിടുത്തം 2 ദിവസങ്ങൾക്ക് മുൻപ് ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. ഇതും ഈ ചൂടിന്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എന്തായാലും ഇന്നും കനത്ത ജാഗ്രതാ നിർദ്ദേശം തൃശൂർ ജില്ലയിൽ തുടരുകയാണ്. ജനങ്ങൾ വളരെയധികം കരുതൽ പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്താകെ തന്നെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. ഇതിനി വരും ദിവസങ്ങളിലും ഈ ചൂട് തുടരുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്.